താപനില കുതിച്ചുയർന്നു. സെൻസറുകൾ പരാജയപ്പെടാൻ തുടങ്ങി. ഓരോന്നായി മിഷൻ കൺട്രോൾ ക്രൂവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഉത്തരങ്ങൾ മങ്ങി. പിന്നെ നിശബ്ദമായി. പിന്നെ ഒന്നുമില്ല. 2,70,000 അടി മുകളിൽ കൊളംബിയ ആകാശത്ത് പിളർന്നു. ടെക്സസ് സമയം രാവിലെ 8:15 കൊളംബിയ അതിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചുകൊണ്ട് ഷട്ടിൽ താഴേക്ക് ചരിഞ്ഞു. മണിക്കൂറിൽ 27,000 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ബഹിരാകാശ കവാടത്തിന് ചുറ്റും ചൂട് വർദ്ധിക്കുന്നു. ഈ നിമിഷം സാധാരണമാണ്. ഷട്ടിൽ ജ്വലിക്കുന്ന പ്ലാസ്മയിൽ പൊതിഞ്ഞ ഒരു അഗ്നിഗോളമായി മാറുന്നു. ബഹിരാകാശയാത്രികർക്ക് സാധാരണയായി ഒരു നേറിയ പ്രകമ്പനം അനുഭവപ്പെടുന്നു. 16 ദിവസം മുമ്പ് വിക്ഷേപണത്തിനിടെ ഇന്ധന ടാങ്കിൽ നിന്നൊരു ചെറിയ ഇൻസുലേറ്റിംഗ് ഫോം തുര പൊട്ടി. അത് അതിശക്തമായ വേഗതയിൽ ഇടതു വിങ്ങിൽ തട്ടിയിരുന്നു. സിസ്റ്റം അവഗണിച്ചതിൻ്റെ ഒരു സൂചന. നിശബ്ദതയിൽ മറിഞ്ഞിരുന്ന ഒരു മുറിവ്. പുനഃപ്രവേശത്തിലേക്ക് കൽപ്പനയും സംഘവും അതിൽ കയറുമ്പോൾ ചിറകിലെ ദ്വാരം 3000 ഡിഗ്രി പ്ലാസ്മ ഷട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമെന്ന് അവർ അറിഞ്ഞു. രാവിലെ 8:52 കൊളംബിയ കാലിഫോർണിയയെ മറികടക്കുന്നു. പെട്ടെന്ന് താപനില അലാറങ്ങൾ മിന്നി മറഞ്ഞു. ആദ്യം ഇടതു വിങ്ങിൽ, പിന്നെ സെൻസറുകൾ പ്രവർത്തനരഹിതമായി. കമാൻഡറുകൾ വിചിത്രമായ റീഡിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂ ശാന്തമായി തുടരുന്നു. പരിശീലനം ഏറ്റെടുക്കുന്നു. കൽപ്പന ജനാലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഒരു തിളക്കമുള്ള പ്രകാശം അവരെ ചുറ്റിപ്പറ്റിയിരിക്കൊണ്ടിരിക്കുകയാണ്. ആസന്നമായ അപകടത്തെക്കുറിച്ച് അറിയാതെ അവൾ ഡേറ്റ നിരീക്ഷണത്തിലായിരുന്നു. അവൾക്ക് ഭയമില്ലായിരുന്നു, പരിഭ്രാന്തിയില്ലായിരുന്നു, ശ്രദ്ധ മാത്രം. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വസിക്കാൻ ബഹിരാകാശ യാത്രികരെ പരിശീലിപ്പിച്ചിരുന്നു. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എന്നാൽ പുറത്ത് ഇടത് വിങ് പിളരുകയായിരുന്നു. രാവിലെ 8:59 കൊളംബിയ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ക്രൂ മോഡുൾ പിഞ്ചി ചീന്തി വീണു. ബഹിരാകാശ യാത്രികർ അതിജീവനത്തിനപ്പുറമുള്ള ശക്തികൾ അനുഭവിച്ചു. ഷട്ടിൽ ആകാശത്തൊരു പ്രകാശരേഖയായി മാറുന്നത് കാണാം. മിഷൻ കൺട്രോൾ ആവർത്തിച്ചു വിളിക്കുന്നു. കൊളംബിയ, ഹ്യൂസ്റ്റൺ, കൊളംബിയ, നിങ്ങൾ പകർത്തുന്നുണ്ടോ? നിശബ്ദമായ മറുപടികൾ മാത്രം. പിന്നെ രാവിലെ 9:18 സിഗ്നൽ എന്നേക്കുമായി അപ്രത്യക്ഷമായി. ആ നിശബ്ദതയിൽ ലോകം ഒരു നിമിഷം പതച്ചു നിന്നുപോയി. ലോകത്തിന് ഒരു ഷട്ടിൽ നഷ്ടമായില്ല. നമുക്ക് 6 മിടുക്കരായ ബഹിരാകാശ യാത്രികരെ നഷ്ടപ്പെട്ടു. കർണാലിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരിക്കൽ രാത്രി ആകാശത്തേക്ക് നോക്കി എനിക്കും അവിടെ പോകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവൾ പോയി മടങ്ങി വന്നില്ല.